ഇപ്പോൾ 2026 ജൂൺ മാസമാണ്. നിങ്ങൾ ദുബായ് ഡൗൺടൗണിൽ നിന്നും 12 കിലോമീറ്റർ അകലെയുള്ള ജുമൈറ വില്ലേജ് ട്രയാങ്കിളിൽ നിൽക്കുകയാണെന്ന് സങ്കൽപ്പിക്കുക. പൂർത്തിയായ 47 റെസിഡൻഷ്യൽ ടവറുകൾ നിങ്ങൾക്ക് അവിടെ കാണാം. ഡെവലപ്പർമാരുടെ റെക്കോർഡുകൾ പ്രകാരം 2019നും 2024നും ഇടയിൽ ഏകദേശം 31,000 അപ്പാർട്ട്മെന്റുകളാണ് ഈ മേഖലയിൽ മാത്രം നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്. ഈ ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് നിങ്ങളുടെ മുന്നിലുള്ള പാർക്കിംഗ് ലോട്ടിൽ ആകെ 11 കാറുകൾ മാത്രമാണുള്ളത്. അവിടുത്തെ സൂപ്പർ മാർക്കറ്റ് പൂട്ടിയിട്ട് ഇപ്പോൾ 8 മാസമായി. രണ്ടാം നിലയിലെ ജിമ്മിന്റെ മുന്നിൽ ഇപ്പോഴും അതിന്റെ ഉദ്ഘാടനത്തിന്റെ വലിയൊരു ബാനർ തൂങ്ങിക്കിടപ്പുണ്ട്. ആരും അത് മാറ്റാൻ പോലും വന്നില്ല. കാരണം അവിടെ അതൊന്നും ശ്രദ്ധിക്കാൻ ആരുമില്ല. ഇത് ഏതെങ്കിലും യുദ്ധമേഖലയോ പ്രകൃതി ദുരന്തമുണ്ടായ സ്ഥലമോ അല്ല. മറിച്ച് 30 വർഷത്തേക്ക് ആവശ്യമായ കെട്ടിടങ്ങൾ വെറും 5 വർഷം കൊണ്ട് നിർമ്മിച്ചു കൂട്ടി ഇപ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരമാണ്. ദുബായിലെ റിയൽ എസ്റ്റേറ്റ് പ്രതിസന്ധിയെക്കുറിച്ചുള്ള ഞങ്ങളുടെ ഈ റിപ്പോർട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദുബായിലെ ജനവാസം കുറയുന്നതിനെക്കുറിച്ചുള്ള ഏറ്റവും കൃത്യമായ മേഖല തിരിച്ചുള്ള അപഗ്രഥനമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. നമുക്ക് 10ാം സ്ഥാനം മുതൽ ആരംഭിക്കാം. 10ാം ജുമൈറ വില്ലേജ് ട്രയാങ്കിൾ. ജുമൈറ വില്ലേജ് സർക്കിളിനേക്കാൾ JVC മികച്ച ആസൂത്രണത്തോടെയും നിർമ്മാണത്തോടെയും ഉയർത്തിക്കൊണ്ടുവന്ന മേഖലയാണ് JVT. എന്നാൽ ഉയർന്ന വില ഈടാക്കിയിട്ടും JVCയിൽ വരുത്തിയ അതേ തെറ്റുകൾ തന്നെയാണ് JVTയിലും ആവർത്തിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ നിർമ്മിച്ച 14,000 അപ്പാർട്ട്മെന്റുകളിൽ വെറും 38 മുതൽ 44% വരെ മാത്രമാണ് ആളുകൾ താമസിക്കുന്നത് എന്നാണ് സ്വതന്ത്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ചില പ്രത്യേക ക്ലസ്റ്ററുകളിൽ ഇത് 28%-ലും താഴെയാണ്. ജനസംഖ്യ ഒരു നിശ്ചിത പരിധിയിലെത്തുമ്പോൾ തുറക്കാൻ കരുതിയിരുന്ന താഴത്തെ നിലയിലെ റീറ്റെയിൽ കടകൾ ഒന്നുപോലും തുറന്നിട്ടില്ല. കാരണം ആളുകൾ ആ പരിധിയിലേക്ക് എത്തിയിട്ടേയില്ല. റീറ്റെയിൽ സൗകര്യങ്ങളില്ലാത്തതിനാൽ താമസക്കാർക്ക് അവിടെ തുടരാൻ മറ്റ് കാരണങ്ങളൊന്നുമില്ല. 38% മാത്രം ആളുകളുള്ള ഒരു പ്രദേശം ഒരു അയൽപ്പക്കമല്ല, മറിച്ച് ഇതിലും നല്ലൊരു സ്ഥലം കണ്ടെത്താത്ത മനുഷ്യരെ താൽക്കാലികമായി പാർപ്പിച്ചിരിക്കുന്ന ഒരു വെയർഹൌസ് മാത്രമാണ്. 9 ദുബായ് സൗത്ത്. 10 ലക്ഷം താമസക്കാരെ ലക്ഷ്യമിട്ടാണ് ദുബായ് സൗത്ത് പ്രഖ്യാപിക്കപ്പെട്ടത്. അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ സാന്നിധ്യമായിരുന്നു ഇതിന്റെ പ്രധാന ആകർഷണമായി പറഞ്ഞിരുന്നത്. എന്നാൽ 2026 ജനുവരിയിലെ കണക്കനുസരിച്ച് ഇവിടെ നിർമ്മിച്ചു നൽകിയ 8,000 അപ്പാർട്ട്മെന്റുകളിൽ വെറും 31% മാത്രമാണ് ആളുകളുള്ളത്. വിമാനത്താവളത്തിന്റെ വികസനം പലതവണ വൈകിയതോടെ ഇവിടുത്തെ ആസൂത്രണം പാളിപ്പോയി. ജോലികളും അടിസ്ഥാന സൗകര്യങ്ങളും വരുന്നതിന് മുൻപ് തന്നെ ഇവിടെ വീടുകൾ നിർമ്മിക്കപ്പെട്ടു. ഇവിടെ താമസിക്കേണ്ടിയിരുന്ന മനുഷ്യർ നിലവിൽ എല്ലാ സൗകര്യങ്ങളുമുള്ള മറ്റ് സ്ഥലങ്ങളിൽ തന്നെ തുടരാൻ യുക്തിപരമായ തീരുമാനമെടുത്തു. 8 അർജാൻ ആൻഡ് അൽബർഷ സൗത്ത്. മിതമായ നിരക്കിലുള്ള വിലയും യാത്ര ചെയ്യാനുള്ള എളുപ്പവഴികളും ചൂണ്ടിക്കാണിച്ചാണ് ഈ പ്രദേശം വിറ്റഴിക്കപ്പെട്ടത്. ഈ ക്ലസ്റ്ററിൽ ഏകദേശം 22,000 അപ്പാർട്ട്മെന്റുകളുണ്ട്. എന്നാൽ 2025 അവസാനത്തെ കണക്കുകൾ പ്രകാരം ഇവിടെ വെറും 45% മാത്രമാണ് വാടകയ്ക്ക് ആളുകളുള്ളത്. ഇവിടുത്തെ കാഴ്ചകൾ അത്ര ഭയപ്പെടുത്തുന്നതല്ല. റോഡുകൾ നന്നായി നിർമ്മിച്ചിട്ടുണ്ട്, കെട്ടിടങ്ങളുടെ പണികൾ പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ താഴത്തെ നിലയിലെ ഭൂരിഭാഗം റീറ്റെയിൽ കടകളും അടഞ്ഞുകിടക്കുകയാണ്. പാർക്കിംഗ് ഏരിയകൾ ശൂന്യമാണ്. ഒരു പ്രദേശത്തെ ജീവസുറ്റതാക്കി മാറ്റുന്ന മനുഷ്യരുടെ സാന്നിധ്യം അവിടെ നടന്നുപോകുന്ന ഏതൊരാൾക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ അത്രമേൽ കുറവാണ്. 7 ഇന്റർനാഷണൽ സിറ്റി ഫേസ് 2 and 3. ഇന്റർനാഷണൽ സിറ്റിയുടെ 1ാം ഘട്ടം അതിന്റെ പുതുമ കൊണ്ടും സജീവമായ തെരുവ് സംസ്കാരം കൊണ്ടും വലിയ വിജയമായിരുന്നു. എന്നാൽ 2ഉം 3ഉം ഘട്ടങ്ങൾ നിർമ്മിച്ചപ്പോൾ അവർ ആ ജനസാന്ദ്രത മാത്രം പകർത്തി. പക്ഷെ അതിന്റെ ആത്മാവ് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇതിന്റെ ഫലമായി ഇവിടുത്തെ അപ്പാർട്ട്മെന്റുകൾ നിയമപരമായി ആളുകളുടെ കൈവശമുണ്ടെങ്കിലും അർത്ഥവത്തായ രീതിയിൽ അവിടെ ജനവാസമില്ല. വിദേശ നിക്ഷേപകരുടെ ഉടമസ്ഥതയിലുള്ള ഒളിഞ്ഞുകിടക്കുന്ന മുറികളും ഹ്രസ്വകാല തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളും മാത്രമാണിവിടെയുള്ളത്. ഇത് ഒരു അയൽക്കൂട്ടമില്ലാത്ത വെറും കെട്ടിടങ്ങൾ മാത്രമായി ഈ പ്രദേശത്തെ മാറ്റുന്നു. മനുഷ്യരുണ്ട്, പക്ഷേ ഒരു സമൂഹമില്ല. നമ്മൾ വിശകലനത്തിന്റെ പകുതി ഭാഗത്ത് എത്തിക്കഴിഞ്ഞു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ വിദേശ നിക്ഷേപകരുടെ സാമ്പത്തിക നഷ്ടങ്ങളെക്കുറിച്ച് ഞങ്ങൾ തയ്യാറാക്കുന്ന അടുത്ത വലിയ അന്വേഷണ റിപ്പോർട്ട് നിങ്ങൾക്ക് നഷ്ടമാകും.
അതുകൊണ്ട് ഇപ്പോൾ തന്നെ ബെൽ ഐക്കൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. 6. മെയ്ദാൻ അവന്യൂ ആൻഡ് മെയ്ദാൻ വൺ മോൾ പ്രീമിയം ഇൻഫ്രാസ്ട്രക്ചറുകൾ. അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിച്ചാൽ അതിനു ചുറ്റും ഒരു പ്രീമിയം റെസിഡൻഷ്യൽ മേഖല തനിയെ രൂപപ്പെടും എന്ന ചിന്താഗതിയിലാണ് മെയ്ദാൻ നിർമ്മിക്കപ്പെട്ടത്. എന്നാൽ നിശ്ചയിച്ച സമയത്തേക്കാൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും മെയ്ദാൻ വൺ മോളിന്റെ പണികൾ ഭാഗികമായി മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. വളരെ കുറച്ച് കടകൾ മാത്രമേ അവിടെ തുറന്നിട്ടുള്ളൂ. ഇവിടുത്തെ റെസിഡൻഷ്യൽ ടവറുകളിൽ ആളുകൾ താമസിക്കുന്നത് അവർക്ക് വാഗ്ദാനം ചെയ്ത അടിസ്ഥാന സൗകര്യങ്ങൾ എത്രത്തോളം യാഥാർത്ഥ്യമായി എന്നതിനെ ആശ്രയിച്ചാണ്. അതായത് പകുതിയിൽ താഴെ മാത്രം. ഇതൊരു ഇവന്റ് ഡിപെൻഡന്റ് സമൂഹമാണ്. ദുബായ് വേൾഡ് കപ്പ് നടക്കുമ്പോൾ ഈ പ്രദേശം മുഴുവൻ സജീവമാകും. എന്നാൽ ബാക്കി വരുന്ന 51 ആഴ്ചകളിലും ഇത് നഗരത്തിലെ ഏറ്റവും ശാന്തവും ആളൊറിഞ്ഞതുമായ സ്ഥലങ്ങളിൽ ഒന്നായി മാറുന്നു. 5. ലിവാൻ ആൻഡ് ദുബായ് ലാൻഡ് റെസിഡൻഷ്യൽ സിറ്റി. വെറും 29 മുതൽ 37% വരെ മാത്രം ജനവാസമുള്ള ഒരു മേഖലയാണിത്. ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിന്റെ തലത്തിലേക്ക് ഉയരാൻ ഈ പ്രദേശത്തിന് ഒരിക്കലും സാധിച്ചിട്ടില്ല. കെട്ടിടങ്ങൾ നിർമ്മിച്ചു നൽകിയ നിമിഷം മുതൽ ഇവിടെ മനുഷ്യരുടെ സാന്നിധ്യം വളരെ കുറവായിരുന്നു. തങ്ങൾ തിരഞ്ഞെടുത്ത പ്രദേശം തങ്ങൾക്ക് ബ്രോഷറുകളിൽ കാണിച്ചു തന്ന ഒന്നല്ല എന്ന വലിയൊരു മാനസിക വിഷമത്തിലാണ് ഇവിടുത്തെ താമസക്കാർ ജീവിക്കുന്നത്. പകുതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട കടകളും വെറും മൺപറമ്പുകളായി കിടക്കുന്ന പാർക്കുകളും ഒരിക്കലും വരാത്ത ബസ് റൂട്ടുകളുമൊക്കെ ഇവിടുത്തെ താൽക്കാലിക പ്രശ്നങ്ങളല്ല, മറിച്ച് അത് ഇവിടുത്തെ സ്ഥിരമായ യാഥാർത്ഥ്യമാണ്. 4. പ്രൊഡക്ഷൻ സിറ്റി IMPZ മീഡിയ ഇൻഡസ്ട്രിയെ. മാധ്യമ മേഖല ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇത് നിർമ്മിച്ചത്. എന്നാൽ ഈ മോഡലിന് ആവശ്യമായ ജനസാന്ദ്രത കൈവരിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ ഇത് കേവലം കുറഞ്ഞ വാടക നിരക്കിൽ മാത്രമാണ് വിപണിയിൽ മത്സരിക്കുന്നത്. നിങ്ങൾ വില കുറച്ച് മത്സരിക്കാൻ തുടങ്ങിയാൽ ഇതിലും കുറഞ്ഞ മറ്റൊരു ഓപ്ഷൻ വിപണിയിൽ വരുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള താമസക്കാരെ നിങ്ങൾക്ക് പെട്ടെന്ന് നഷ്ടപ്പെടും. ഇവിടുത്തെ അപ്പാർട്ട്മെന്റുകൾ ശൂന്യമായി കിടക്കുന്ന നിരക്ക് 40 മുതൽ 52% വരെയാണ്. ആളുകൾ ഇവിടെ തുടരുന്ന ശരാശരി കാലാവധി 14 മാസത്തിൽ താഴെ മാത്രമാണ്. പുതുതായി ഈ നാട്ടിലേക്ക് വന്നവരോ അല്ലെങ്കിൽ ഇവിടെ നിന്നും മാറിപ്പോകാൻ ഇതിനകം തന്നെ പ്ലാൻ ചെയ്യുന്നവരോ ആയ ആളുകളാണ് ഈ പ്രദേശത്തുള്ളത്. 3. ബിസിനസ് ബേ സെക്കൻഡറി ടിയർ. കടലിനോട് ചേർന്നുള്ള പ്രീമിയം ടവറുകൾ മികച്ച രീതിയിൽ നിലനിൽക്കുമ്പോൾ തന്നെ കുറഞ്ഞ നിരക്കിൽ പ്രവേശനം വാഗ്ദാനം ചെയ്ത തൊട്ടുതാഴെയുള്ള മറ്റ് കെട്ടിടങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ്. പ്രീമിയമല്ലാത്ത ഇത്തരം കെട്ടിടങ്ങളിൽ ഒഴിഞ്ഞുകിടക്കുന്ന മുറികളുടെ നിരക്ക് 50%-ത്തിലും മുകളിലാണ്. ഈ അപ്പാർട്ട്മെന്റുകൾ വാടകയ്ക്കെടുത്ത ആളുകൾ തിരിച്ചറിഞ്ഞ ഒരു കാര്യം, ഒരു പ്രീമിയം മേഖലയ്ക്ക് അടുത്ത് താമസിച്ചു എന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ പ്രീമിയം ലൈഫ് സ്റ്റൈൽ ലഭിക്കില്ല എന്നാണ്. ശൂന്യമായ ഒരു ലോബിയിലിരുന്ന് ആ ആഡംബര ജീവിതത്തിന്റെ ഒരു ബാഹ്യക്കാഴ്ച കാണാൻ മാത്രമേ അത് സഹായിക്കൂ. 2. പാം ജുമൈറ ഇന്നർ റിംഗ്. പാം ജുമൈറയിലെ ഭൂരിഭാഗം അപ്പാർട്ട്മെന്റുകളും ഉൾക്കൊള്ളുന്ന ടവറുകളെക്കുറിച്ചാണ് ഈ ഭാഗം. 2025 അവസാനത്തോടെയുള്ള കണക്കുകൾ പ്രകാരം ചില പ്രത്യേക ക്ലസ്റ്ററുകളിൽ 35%-ത്തിലധികം മുറികളും ശൂന്യമാണ്. നടന്നുപോയി സാധനങ്ങൾ വാങ്ങാൻ പറ്റിയ ഒരു ഗ്രാമീണ അന്തരീക്ഷമുണ്ടാക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്ന റീറ്റെയിൽ മേഖലകൾ വെറും 50%-ത്തിൽ താഴെ ശേഷിയിൽ മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കടകൾ കുറയുമ്പോൾ പുറത്തിറങ്ങാനുള്ള താൽപ്പര്യമില്ലാതാകുകയും തങ്ങൾ നൽകുന്ന ഉയർന്ന തുകയ്ക്കനുസരിച്ചുള്ള മൂല്യം ഇവിടെ ലഭിക്കുന്നില്ലെന്ന് താമസക്കാർക്ക് തോന്നുകയും ചെയ്യുന്നു. 1. ജുമൈറ ലേക്ക് ടവേഴ്സ് JLT. ദുബായിലെ ആകാശഗോപുരങ്ങളിലെ സമ്മിശ്ര ജീവിതശൈലിയുടെ വെർട്ടിക്കൽ മിക്സ്ഡ് യൂസ് ലിവിംഗ് ആദ്യത്തെ തെളിവായിരുന്നു JLT. എന്നാൽ 2026-ൽ ഇവിടെ സംഭവിക്കുന്നത് വളരെ അപകടകരമായ കാര്യമാണ്. കെട്ടിടങ്ങൾക്ക് പഴക്കം കൂടുന്നു, അവയുടെ ഫിനിഷിംഗുകൾ കാലഹരണപ്പെട്ടു കഴിഞ്ഞു. ഒപ്പം ഇവിടുത്തെ റീറ്റെയിൽ മേഖലയ്ക്ക് സ്വയം നവീകരിക്കാൻ സാധിച്ചിട്ടുമില്ല. 2023 മുതൽ ഇവിടുത്തെ ഒഴിവുകളുടെ നിരക്ക് നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആദ്യത്തെ മാതൃക തന്നെ ഘടനാപരമായ തകർച്ച നേരിടുകയാണെങ്കിൽ ഇതേ ടെംപ്ലേറ്റ് പിന്തുടർന്ന് ഇതിലും വലിയ സ്കെയിലിൽ നിർമ്മിച്ച മറ്റ് മേഖലകളുടെ ഭാവിയെ നമ്മൾ തീർച്ചയായും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇത് ദുബായ് പൂർണ്ണമായി പരാജയപ്പെടും എന്ന രീതിയിലുള്ള ഒരു പ്രവചനമല്ല. നഗരങ്ങൾ എപ്പോഴും മാറ്റങ്ങൾക്കനുസരിച്ച് സ്വയം മാറാറുണ്ട്. എന്നാൽ ഇത് 2026 ജൂൺ മാസത്തിലെ
കൃത്യമായ ഡാറ്റ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഡോക്യുമെന്റേഷൻ മാത്രമാണ്. ബ്രോഷറുകളിൽ കാണിച്ച കഥകളിൽ നിന്നും കെട്ടിടങ്ങളുടെ ഇന്നത്തെ യാഥാർത്ഥ്യം എത്രത്തോളം വ്യത്യസ്തമാണ് എന്ന് കാണിക്കുന്ന 10 മേഖലകളാണിവ. പരസ്യങ്ങളിലെ യാഥാർത്ഥ്യവും ജീവിക്കുന്ന യാഥാർത്ഥ്യവും തമ്മിലുള്ള വലിയ വ്യത്യാസം മനുഷ്യർ കൃത്യമായി അളക്കാൻ തുടങ്ങുമ്പോൾ വ്യക്തമാകും. ഈ മാറ്റങ്ങൾ ഞങ്ങൾ നിരന്തരം നിരീക്ഷിക്കുന്നതാണ്. ഈ വിഷയം നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.